നമസ്കാരം ഫ്രണ്ട്സ്, NH64 പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ കൊമ്മാടി ടൗൺ മുതൽ പുന്നപ്ര വരെ NH64 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കൊമ്മാടി ടൗണിലാണ്. കൊമ്മാടി ടൗണിൽ നിന്ന് വലതു ഭാഗത്തേക്ക് ആലപ്പുഴ ബൈപ്പാസ് വഴി ട്രിവാൻഡ്രം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോകുന്നത് ആലപ്പുഴ ടൗൺ ഭാഗത്തേക്കാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പാലത്തിൻ്റെ തൂണ് ഇവിടെ വർക്ക് തുടങ്ങി കഴിഞ്ഞു. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് 160 കിലോമീറ്ററാണ്. ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഈ റോഡൊക്കെ വലിയൊരു റോഡായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഒരു ചെറിയ റോഡാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അതൊരു ചെറിയ റോഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് റോഡാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ബൈപ്പാസ് റോഡിൽ പറയാനുള്ളത്, പുതിയ റോഡിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല, ഈ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു റെഡി മിക്സ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നൊരു പ്ലാന്റ് ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലാന്റ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കാത്തത്. മറ്റ് ഭാഗങ്ങൾക്ക് കോൺക്രീറ്റൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഭാഗത്താണ്. സംഭവം അത് റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ ഒരുപാട് ലോറികൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന കാണാം. പിന്നെ ഇതിൻ്റെ വലത് സൈഡിൽ, അതായത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ വലത് സൈഡിൽ സമാന്തരമായിട്ട് വേറൊരു പാലത്തിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞു. നമുക്കത് ഇവിടെ നിന്നത് കാണാൻ പറ്റാത്തതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബൈപ്പാസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആലപ്പുഴ ടൗണിൽ ചുറ്റാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കൊല്ലം ഭാഗത്തേക്ക് പോകുന്നവർക്ക് പോകാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വലത് സൈഡിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞു, പാലം വർക്ക്. ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് സൈഡിൽ മറ്റൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. നോ പാർക്കിംഗ് ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി ഒന്ന് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ നിർത്താൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ വലത് സൈഡിൽ ആലപ്പുഴ ബീച്ചാണ് നമ്മൾ ഈ പാലത്തിൻ്റെ വലത് സൈഡിലുള്ളത്. ശരിക്കും ആലപ്പുഴ ബൈപ്പാസ് ഓപ്പൺ ആയതോടുകൂടിയാണ് ഈ തിരുവനന്തപുരം ഭാഗത്ത് പോകുന്നവർക്കും, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തൊക്കെ ആലപ്പുഴ വഴി പോകുന്നവർക്കും ഒരു വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ ഫുൾ ബ്ലോക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്.
ഇവിടെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരുപാട് പാലത്തിൻ്റെ തൂണിൻ്റെ ഒക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ തൂണിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ സമാന്തരമായിട്ട് തന്നെ മറ്റൊരു പാലത്തിൻ്റെ വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസിലെ മെയിൻ പാലം കഴിഞ്ഞു. ബൈപ്പാസ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത് വലതു ഭാഗത്താണ് പുതിയ റോഡ് കടന്നു പോണത്. ഇപ്പോൾ അവിടെ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക്, അതായത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മണ്ണ് ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്ത് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് 82 കിലോമീറ്റർ ഉണ്ട് കൊല്ലത്തേക്ക്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കളർക്കോട് എന്നാണ്. കളർക്കോട് ജംഗ്ഷനാണ് ഇപ്പോൾ നമ്മളെത്തിയ സ്ഥലം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ആലപ്പുഴ കഴിഞ്ഞു മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴ ടൗണിൽ കയറാതെ നമ്മൾ ബൈപ്പാസ് വഴിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നത്. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളർക്കോടാണ്. കളർക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ പറയാനുള്ള കാഴ്ച ഇതാണ്. രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും വർക്ക് 2 മാസത്തെ ഒരു ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ. കാരണം ഈ 2 മാസത്തിനിടയിൽ കാര്യമായി മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെയൊക്കെ വർക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ കളർക്കോട് കഴിഞ്ഞ് പരവൂർ എത്തിയിട്ടുണ്ട്. പരവൂരല്ല, പറവൂരാണ്. അപ്പോൾ ഈ പറവൂർ ഭാഗത്ത് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത്. നമ്മളിപ്പോൾ പറവൂർ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. അപ്പോൾ പറവൂർ ടൗണിൽ പറയാനുള്ള കാര്യങ്ങൾ, ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ടേ കാണുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ സൈഡ് എന്താ പറയുക, ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ കോൺക്രീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. വലത് സൈഡിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതുപോലെ ഇടത് സൈഡിൽ കംപ്ലീറ്റ് ആയി. മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഇതാ സർവീസ് റോഡിൻ്റെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം ഇടത് സൈഡിൽ.
പിന്നെ വലത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് എന്താ പറയുക, വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണ്. വെള്ളക്കെട്ട് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതിനേക്കാളും വർക്ക് നടക്കുന്നതായിട്ട് കാണും. ആ വലത് സൈഡിൽ ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇത് വേറെ ഏതൊരു ജംഗ്ഷനാണ്. ഈ സ്ഥലത്തിൻ്റെ പേരൂടെ ഒന്ന് നോക്കാം. പറവൂരല്ല, പറവൂർ കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് മണ്ണ് ഫില്ലിങ് നടക്കുകയാണ് രണ്ട് സൈഡിലും. വലത് സൈഡിലാണെങ്കിൽ എന്താ പറയുക, മെറ്റൽ വിരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന്. ഇവിടെ ഇപ്പോൾ ഒരു ഞായറാഴ്ചയായിട്ട് പോലും ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഒന്ന് നോക്കണം എനിക്ക്. സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല, ചെറിയ ബോർഡാണ്. പിന്നെ വലത് സൈഡിലൊരു കാർമൽ കോളേജുണ്ട്. നിങ്ങൾ തന്നെ പറയും, അവിടെ ഒരു കട കാണുന്നുണ്ട്. എനിക്കിവിടെ നിന്ന് ആ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് വളരെ ചെറിയ അക്ഷരമാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ ആ വീഡിയോ കണ്ട പലരും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് സ്ഥലമൊന്നും പറയുന്നില്ല എന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ വലിയ ബോർഡ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കാം. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കും. ക്ഷേത്രത്തിൻ്റെ ബോർഡ് നോക്കുമ്പോൾ കാണാമല്ലോ. പുന്നപ്ര പ്യൂർ. ഇത് പുന്നപ്ര പോസ്റ്റ് പുന്നപ്രയാണ്, പക്ഷേ സ്ഥലം ഇതല്ല. പുന്നപ്ര പ്യൂർ, ചിലപ്പോൾ ഇനി പുന്നപ്ര ആയിരിക്കാം അല്ലേ. കാർമൽ ഇൻ്റർനാഷണൽ സ്കൂള്. അപ്പോൾ പലരും കമൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്താ പറയുക, പുന്നപ്ര. ഓക്കെ, പുന്നപ്രയാണ് കൺഫേം. ഈ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഈ സ്ഥലത്തിൻ്റെ പേര് പുന്നപ്ര ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് പുന്നപ്ര എന്നാണ്. അപ്പോൾ ഒരു ബോർഡിൽ പുന്നപ്ര എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുന്നപ്ര ഫിക്സ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കടക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, എന്നെപ്പോലെ ഞാൻ ബൈക്ക് നിർത്തി നോക്കിയിട്ട് പോലും എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. റോഡിൻ്റെ വീതി പഴയ പോലെ ഒന്നുമല്ല, കൂടി വലിയ റോഡായി മാറുകയാണ്. അപ്പോൾ കടകളൊക്കെ കുറച്ച് ബാക്കിലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ അക്ഷരത്തിൽ കടയുടെ പേരൊക്കെ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിരിക്കും. ഒരു പൊതുജന താല്പര്യാർത്ഥം നിങ്ങളെല്ലാവരും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രയോജനമാണ്. അപ്പോൾ പുന്നപ്ര ആണ് ഫ്രണ്ട്സ്. ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ പുന്നപ്ര മുതൽ പുറക്കാട് വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ NH66 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.